നമസ്കാരം, എൻ്റെ പേര് അനീഷ്. വെൽക്കം ബാക്ക് ടു കളരി സ്റ്റഡീസ്. കളരിപ്പയറ്റിനെ പറ്റിയുള്ള ചരിത്ര വാളുകളെക്കുറിച്ചുള്ള വീഡിയോയിൽ വിദേശ വാളുകൾ ഇന്നത്തെ കളരി പ്രാക്ടീസിലൊക്കെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് കൂടെ ഇന്ത്യയിലെ മറ്റ് മാർഷൽ ആർട്സിലും ഇതേ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്കയിലെ അംഗംപോര മുതലായ മാർഷൽ ആർട്സിലൊക്കെ അവർ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ മോഡലിലുള്ള വാളുകളാണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുകയുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മണിപ്പൂരി മാർഷൽ ആർട്ടിനെ കുറിച്ചുള്ള പണ്ട് ദൂരദർശനിൽ വന്ന ഒരു ഡോക്യുമെൻ്ററി അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെയുള്ള ചില ഡോക്യുമെൻ്ററീസൊക്കെ archive.org അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററിയുടെ കൂടെ അവർ അന്ന് റെക്കോർഡ് ചെയ്ത കുറേ വീഡിയോ ക്ലിപ്പുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വീഡിയോയിൽ മണിപ്പൂരി താങ്ഡ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മണിപ്പൂരിലെ മ്യൂസിയത്തിലെ വാളുകൾ ഒരു എക്സ്പേർട്ട് അതിനെ വിവരിക്കുന്നുണ്ട്. Rambang Yuza Bomza like Hidraba Mana Paramani, Masita Siangba Medi Tangi. Masita Tanga Aquina, Makaka Tom Kadi, Hai the Tangsimak, British Kimamangi Tangi, Masita Tangpa at the Tangs of Privacy Young. She tanks up Machine Tanam Goi. Masih na thangpa ko masih maya lele mato na si kap morom sangba atau maya pali masih na ko na bagi thang ni jo masih apa masih na khudum ko aga akhoi na yam liren khanjari basi masih gi makum ji ni Manipur da akhoi na bitir masam da yor ki phajam makum chi na ding yo mang da akhoi si ngabong gum na sar mathak si khi terga akhoi masih Sinami Manung si Tarian Natra Kurang nama Municipality. Tangda Aishimala Hotake Masina Aigi without Kontong Major Haiba Nipada Paramani Maji Kudum Siki Masiki Atayamlay Kadikunda Masi British Sandikiti Matam Mati Matunga British Lao Kan Sinamani Masaya Hamada Hai Basina Sumnagi Kudum Yodin Sida, Masan Sumsam, my day, Sina, British Lava, British getting a matung the Hapa Kudum. Masiki Kochangsi, when Masid Symbolishe. Kagum not Hoba, Kagimo, Malagana Kagum Toba, the Masida Hapa Magana Pakang Bugimato, Madana Pakang Bugi, Pakang Basana Kali, Kariguna Masida, Hanuman Yepa, Madana Hanuman Saneba, Kagi, Godrama Matung the Sinan Matang. അപ്പോൾ അത് മണിപ്പൂരി ലാംഗ്വേജിലായതുകൊണ്ട് മണിപ്പൂരി ലാംഗ്വേജ് അറിയാവുന്ന ഒരാളുടെ സഹായം തേടിയുണ്ടായി. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണിപ്പൂരിലെ ഇന്നത്തെ മണിപ്പൂരി മാർഷൽ ആർട്ട് താങ്ഡ എന്ന മാർഷൽ ആർട്ടിൽ രണ്ട് ടൈപ്പ് വാളുകൾ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ഡബിൾ ഹാൻഡഡ് ആയിട്ടുള്ള വാളുകൾ, അത് നല്ല സ്ട്രെങ്ത്തിൽ നല്ല ഫുൾ പവറിൽ വെട്ടുന്ന ടൈപ്പ് വാളുകൾ. പിന്നെ മറ്റ് വാളും പരിചയം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിശീലനമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ പരിചയമാണെങ്കിലും വളരെ ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് പരിചയം. എൻ്റെ വാളാണെങ്കിൽ യൂറോപ്യൻ സ്റ്റൈൽ ഒരു ഫെൻസിങ് സോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ആ പുതിയ ടൈപ്പ് വാള് വന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്ന അതിനു മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളെന്ന് പറഞ്ഞ് കാണിക്കുന്ന വാള് അത് ആ ഡോക്യുമെൻ്ററിയിൽ ഒരു പ്രായമുള്ള ഒരു ഗുരു അത്തരം വാളുകൾ വെച്ച് ഡെമോ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന അവരുടെ ട്രഡീഷണൽ വാളാന്ന് പറയുന്ന വാളും കണ്ടിട്ട് എനിക്ക് വളരെ ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള വാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്, സേബറായിട്ട് തോന്നിയത്. അപ്പം ഞാൻ അക്കാലത്ത് മണിപ്പൂരും ബ്രിട്ടനുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ തുടങ്ങുന്ന കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഉപയോഗിച്ച വാൾ ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന വാളിനെയാണ് അദ്ദേഹം ട്രഡീഷണൽ മണിപ്പൂരി വാളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഒരു ആധികാരികമായിട്ട് പറയുന്ന എക്സ്പേർട്ടിന് പോലും അറിയത്തില്ല ആ വാളും അദ്ദേഹം ട്രഡീഷണലാണെന്ന് പറയുന്ന വാളും ശരിക്കും ആക്ച്വലി ബ്രിട്ടീഷ് വാളുകളാണ്. ഇപ്പോൾ മണിപ്പൂരിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയും മണിപ്പൂരായിട്ടുള്ള കോണ്ടാക്ട് വരുന്നത് ഈ ആംഗ്ലോ ബർമീസ് വാറിൻ്റെ സമയത്താണ്. അതായത് ബ്രിട്ടീഷുകാരും ബർമീസുമായിട്ടുള്ള യുദ്ധത്തിൽ ആ സമയത്ത് മണിപ്പൂർ ഓൾറെഡി ബർമ പിടിച്ചടക്കി വെച്ചേക്കുമായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ മണിപ്പൂരിനെ ബർമയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുകയും പിന്നീട് അവർക്ക് ബ്രിട്ടീഷുകാർ വെപ്പൺ സപ്ലൈ ചെയ്യുകയും അവരുടെ ആർമിയെ ട്രെയിൻ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വന്ന രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുമായിട്ട് പിന്നെ ഉടക്കി മണിപ്പൂരും ബ്രിട്ടനും യുദ്ധത്തിൽ ഏർപ്പെടുകയും മണിപ്പൂർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ മണിപ്പൂരി സേനയെ ട്രെയിൻ ചെയ്തതും
അല്ലെങ്കിൽ അവർക്ക് വെപ്പൺസ് സപ്ലൈ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ആയുധങ്ങൾ, തോക്കും വാളും സപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ പിന്നീട് തിരിച്ച് മണിപ്പൂരി ട്രഡീഷണൽ മാർഷൽ ആർട്സിലേക്ക് അബ്സർവ് ആയിരിക്കാം. അപ്പം മണിപ്പൂരി മാർഷൽ ആർട്ട് താങ്ഡയിലെ സോർട്ട് ഫൈറ്റിംഗ് ബ്രിട്ടീഷ് സോർട്ട് ഫൈറ്റിംഗ് ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ട്രഡീഷണൽ മാർഷൽ ആർട്സിൽ ഇങ്ങനെയുള്ള എക്സ്പോഷർ, അതായത് പട്ടാളത്തിലൊക്കെ പോയപ്പോൾ അവർക്ക് ലഭിച്ച ആ ഒരു വെസ്റ്റേൺ സൈഡ് ഫെൻസിങ്ങും അല്ലെങ്കിൽ അവരുടെ ആ പുതിയ ആയുധങ്ങളും പിന്നീട് അവർ തിരിച്ച് സിവിലിയൻ ലൈഫിലേക്കൊക്കെ വന്നപ്പോൾ അവരുടെ രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് അവരുടേതായി മാറ്റി ഒരു പുതിയൊരു സിസ്റ്റം, പുതിയൊരു സോർട്ട് ഫൈറ്റിംഗ് സിസ്റ്റം അവരുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഷൽ ആർട്സിൻ്റെ ബേസിൽ ചിലപ്പോൾ ഉണ്ടാക്കിയെടുത്തതായിരിക്കാം. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തോക്കും മറ്റുമൊക്കെ പരിശീലിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ വാളും പരിചയമൊക്കെ പരിശീലിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അന്ന് ഇന്ത്യൻ ആർമിയെ വാളും പരിചയമൊക്കെ പഠിപ്പിക്കാനുള്ള സിലബസൊക്കെ അടങ്ങിയ ട്രെയിനിങ് മാനുവൽസ് വരെ നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മാർഷൽ ആർട്സും എല്ലാ കാലത്തും ഇതിനെ അഡാപ്റ്റ് ചെയ്തും മോഡിഫൈ ചെയ്തും അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ പ്രാദേശികമായ നമ്മുടെ തനതായ ആയോധന കലകളിലേക്കൊക്കെ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നത്. അപ്പോൾ അതിൽ ചില ഡിസ്കഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലെ കളരിയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ശ്രീലങ്കയിലെ അംഗംപോരയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളും വാളുകൾ വളരെ സാമ്യമുള്ളതാണെന്നൊക്കെ പറഞ്ഞുള്ള ഡിസ്കഷൻസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അംഗംപോരയിൽ ഉപയോഗിക്കുന്നതും ശ്രീലങ്കൻ ട്രഡീഷണൽ വാളൊന്നും അല്ല. അതും ബ്രിട്ടൻ്റെ കീഴിലും ഡച്ചുകാരുടെ കീഴിലൊക്കെ ശ്രീലങ്ക ആയിരുന്ന സമയത്ത് വന്ന സോർട്ട് ഡിസൈൻസ് ആണ്. അപ്പം അത് രണ്ടിടത്തും അപ്പോൾ ഒരു കോമൺ സോഴ്സിൽ നിന്നാണ്, അതായത് യൂറോപ്യൻ ആ കൊളോണിയൽ സോഴ്സിൽ നിന്നാണ് നമ്മുടെ രണ്ട് ഡിഫറെൻറ്റ് മാർഷൽ ആർട്സിലേക്ക് ഇത്തരത്തിലുള്ള വാളിൻ്റെ ഡിസൈൻ വന്നതൊക്കെ. ഈ ലോകത്തുള്ള ഏത് മാർഷൽ ആർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിലിറ്ററി കൾച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കൊടുക്കൽ വാങ്ങലുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഷൽ ആർട്സിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നൊന്നുമല്ല. ഞാൻ നമ്മുടെ ട്രഡീഷണൽ മാർഷൽ ആർട്സിനെ പറ്റിയൊക്കെ ഒരു അക്കാഡമിക് പഠനങ്ങളൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് ഇത് ഉപകരിക്കും എന്ന് കരുതിയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ഗുഡ് ബൈ.